Hello dear NEET aspirants, this is Nishana from DOPA. എനിക്കൊന്ന് ഞാൻ ഇതുവരെ ചെയ്തതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്യാമ്പസ് ടൂർ കൂടിയായിരിക്കും ഇത്. എനിക്കും പേഴ്സണലി ഭയങ്കരമായി കാണണം എന്ന് ആഗ്രഹമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ പറയാനാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് 5 മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എടുത്തു നോക്കിയാൽ ഈ പേര് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാം. ഞാൻ ഒരു ക്ലൂ കൂടി തരാം. അതെ, ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ യൂണിയൻ ടെറിട്ടറി ആയ പോണ്ടിച്ചേരിയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, ബിക്കോസ് നിങ്ങൾ എല്ലാവരും നീറ്റ് ആസ്പിറൻസ് ആണ്. അതെ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതെ, ജിപ്മറിലാണ്. The vision of JIPMER states exemplary medical education, higher training, safe patient care, quality research and innovation through community collaboration. അതെ, an institute of national importance, JIPMER, NIRF റാങ്കിങ്ങിൽ കൺസിസ്റ്റൻ്റ് ആയി എല്ലാ വർഷവും ടോപ്പ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന മെഡിക്കൽ ആൻഡ് അലൈഡ് ഫീൽഡുകളിലായി 100-ലധികം ഫുൾ ടൈം കോഴ്സുകൾ നൽകുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഒന്നാണ്. ഹായ് എവ്രി വൺ, എൻ്റെ പേര് അനാമിക. ഞാൻ ഇവിടെ ജിപ്മറിലെ ഒരു ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ജിപ്മറിനെ പറ്റി പറയാനാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ മികച്ച മെഡിക്കൽ കോളേജസിലൊന്നാണ്. ഇവിടെ നീറ്റിൽ ഓൾ ഇന്ത്യ റാങ്ക് 300-ൽ താഴെയുള്ള കുട്ടികൾക്കാണ് യൂഷ്വലി അഡ്മിഷൻ കിട്ടാറ്. ഞാനിവിടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് 1 വർഷമായി. ഇവിടെ സ്റ്റേ ഹോസ്റ്റലിൽ തന്നെയാണ്. പോണ്ടിച്ചേരിയിൽ നിന്നല്ലാത്തവർക്കൊക്കെ ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. ഗേൾസ് ഹോസ്റ്റൽ 2 എണ്ണമാണ് മെയിനായിട്ടുള്ളത്. ക്യൂരി ഹൗസ് എന്ന പേര്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഹോസ്റ്റൽ തന്നെയാണ്. ഫസ്റ്റ് ഇയറിൽ മോസ്റ്റ്ലി ഡബിൾ റൂംസ് ആയിരിക്കും. പക്ഷേ ഫസ്റ്റ് ഇയറിൻ്റെ എൻഡോടുകൂടി തന്നെ ഗേൾസിനൊക്കെ ആണെങ്കിൽ സിംഗിൾ റൂംസ് അലോട്ട് ആവും. ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ നല്ലതാണ്. ഫുഡ് മെയിനായിട്ട് കോമൺ മെസ്സാണ് പ്രിഫർ ചെയ്യുന്നത് എല്ലാവരും. പിന്നെ പുറത്ത് അഥവാ അവിടുത്തെ ഫുഡ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് മല്ലു മെസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് വേണമെങ്കിലും പറയാവുന്നതേ ഉള്ളൂ. 195 ഏക്കറോളം പരന്നു കിടക്കുന്ന ക്യാമ്പസിൽ മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റൽ ബ്ലോക്കുകൾ, സ്റ്റുഡൻറ്റ് ആൻഡ് റെസിഡൻറ്റ് ഹോസ്റ്റൽസ്, ക്വാർട്ടേഴ്സ്, കേന്ദ്രീയ വിദ്യാലയ, 2 നാഷണലൈസ്ഡ് ബാങ്ക് ബ്രാഞ്ചസ്, ATMs, പോസ്റ്റ് ഓഫീസ്, ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്സ് എന്നിവ കൊണ്ടെല്ലാം സജ്ജമായ ക്യാമ്പസാണ്. പിന്നെ അക്കാഡമിക് ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സസ് റെഗുലറായിട്ട് നടക്കും. എല്ലാ ദിവസവും 8 to 5 ക്ലാസ്സസ് ഉണ്ടാവും. ഉച്ച കഴിഞ്ഞിട്ട് മിക്കപ്പോഴും പ്രാക്ടിക്കൽസ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഡിസെക്ഷൻ ഹാളൊക്കെ അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ളതാണ്. സ്പെസിമെൻസ് ആണെങ്കിലും ഒട്ടും കുറവൊന്നും ഉണ്ടാവത്തില്ല. ലേണിങ്ങിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ക്ലാസ്സസും അത്യാവശ്യം നല്ലതാണ്. മനസ്സിലാവുന്ന രീതിക്ക് തന്നെ എല്ലാം പറഞ്ഞു തരും. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് എടുക്കേണ്ടി വരും. എക്സാംസ് ആണെങ്കിലും റെഗുലറായിട്ടുണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ടാവും. ഇവിടെ കുറേ കമ്മിറ്റീസും ക്ലബ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ടാലൻറ്റിനും പാഷനും ഒക്കെ അനുസരിച്ച് ഏതിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പിന്നെ മെയിനായിട്ട് പറയുന്നത് ഇയർലി ഉള്ളൊരു ഫെസ്റ്റാണ് സ്പന്ദൻ എന്ന് പറഞ്ഞിട്ട്. അത് കോവിഡ് കാരണം 2 വർഷമായിട്ട് മുടങ്ങിക്കിടക്കായിരുന്നു. പക്ഷേ ഈ വർഷം വീണ്ടും സ്പന്ദൻ ഉണ്ടായിരുന്നു. അത് ഓഗസ്റ്റിലാണ് ഈ വർഷം നടത്തിയത്. 7 days ലാസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല ഫെസ്റ്റാണ്. ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ലൈബ്രറി, ക്യാമ്പസ് ഇലക്ഷനിൽ തിരഞ്ഞെടുക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ ബോഡിയായ ജിപ്മർ സ്റ്റുഡൻസ് അസോസിയേഷൻ അഥവാ JSA, വേൾഡ് വൈഡായി പരന്നുകിടക്കുന്ന ജിപ്മർ അലുമിനി നെറ്റ്വർക്ക്, രാജ്യത്തുടനീളം നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പഠിക്കുമ്പോൾ ലഭിക്കുന്ന എക്സ്പോഷർ എന്നിവയെല്ലാം ജിപ്മർ സ്റ്റുഡൻസിന് ലഭിക്കുന്ന അഡ്വാൻറ്റേജുകളാണ്.
ഹായ് ഗൈസ്, മൈ നെയിം ഇസ് ഹാമിദ് ഹുസൈൻ. ഞാൻ ഇവിടെ ജിപ്മറിലെ 3rd ഇയർ വിദ്യാർത്ഥിയാണ്. ജിപ്മർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ആൻഡ് റിസർച്ച്. ഇവിടെ ബാക്കിയുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് വ്യത്യസ്തമായി റിസർച്ചിന് അത്യാവശ്യം നന്നായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോളേജാണ് ഞങ്ങളുടെ കോളേജ്. നിങ്ങൾക്കറിയാം, ഇവിടെ MBBS പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് ശേഷം 33% റിസർവേഷനാണ് PG സീസണുള്ളത്. അപ്പോൾ PG സീറ്റിൽ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് റിസർച്ച് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. ലൈക്ക്വൈസ് MBBS വിദ്യാർത്ഥികൾക്കടക്കം ഒരുപാട് റിസർച്ച് ഡേ, അങ്ങനെ ഒരുപാട് പരിപാടികൾ ജിപ്മറിൽ ഓരോ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ MBBS കൂടാതെ വേറെ പല കോഴ്സുകളുണ്ട്. BSc-യിലെ നഴ്സിംഗ്, MLT, അതുപോലുള്ള എല്ലാ BSc കോഴ്സുകളും ജിപ്മറിൽ അവൈലബിൾ ആണ്. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫോർ ബോയ്സ് ദർ ആർ മെയിൻലി 2 ഹോസ്റ്റൽ, ഓസ്ലർ ഹോസ്റ്റൽ ആൻഡ് ഹാർവേ ഹോസ്റ്റൽ. എല്ലാ ഫസ്റ്റ് ഇയേഴ്സ് വിദ്യാർത്ഥികളും താമസിക്കുന്നത് ഓസ്ലറിലും, സീനിയേഴ്സ് ഒക്കെ വന്ന് ഹാർവേ, അങ്ങനത്തെ വേറെ പല ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഇതുകൂടാതെ ജിപ്മർ സ്പോർട്സിന് അത്യാവശ്യം നല്ല പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേക വലിയ ഗ്രൗണ്ട് ഉണ്ട്, ഇൻഡോർ സ്റ്റേഡിയംസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതേപോലെ തന്നെ ടർഫ് ഉണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, ടെന്നീസ് കോർട്ട്, ഇങ്ങനെ പല സാധനങ്ങൾ, ഈവൻ ജിം അടക്കം ജിപ്മറിൽ അവൈലബിൾ ആണ്. സോ സ്പോർട്സിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോളേജാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ഡൗട്ട് ആയിരിക്കും, കേരളത്തിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ കേരളത്തിൽ പോകണോ അതോ ജിപ്മറിൽ കിട്ടിയാൽ ജിപ്മർ പോകണോ? ഈ 2 ഡൗട്ട് പലർക്കുള്ള ഡൗട്ടാണ്. ഈ ചോദ്യം എന്നോട് ചോദിക്കണം, ഞാൻ പറയാം നിങ്ങൾ എന്തായാലും ജിപ്മർ സെലക്ട് ചെയ്യണം. വൈ? കാരണം കേരളത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കേരളത്തിൽ നിന്ന് പുറത്ത് പഠിച്ച, പ്രത്യേകിച്ച് ജിപ്മർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾക്കറിയാം, ജിപ്മർ ഉള്ളത് പോണ്ടിച്ചേരിയാണ്, ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഒരു നാഷണലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിയൻ ടെറിട്ടറിയിൽ വരുമ്പോൾ ഫീസ് വളരെ കുറവാണ്. ബാക്കിയുള്ള കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഫീസ് വളരെ കുറവാണ്. സോ നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലി, ലോ ക്ലാസ് ഫാമിലികൾക്കൊക്കെ നമ്മൾ പൈസ കുറവുള്ള ആൾക്കാർക്ക് പഠിക്കാൻ വളരെ സഹായകരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജിപ്മർ. അതേപോലെ തന്നെ ജിപ്മറിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവിടുത്തെ പേഷ്യൻസ്. ഇവിടെ പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. നന്നായിട്ട് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്ന ഒരു സ്ഥലമാണ് ജിപ്മർ. പിന്നെ ജിപ്മറിന്റെ ലൈഫ് പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആസ് എ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ജിപ്മറിന്റെ ലൈഫ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലൈഫ് തന്നെയാണ്. ഇവിടെ ക്യാമ്പസിൽ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. ഇന്ന സമയത്ത് കയറണം, ഇന്ന സമയത്ത് ഇറങ്ങി പോകണം, അങ്ങനെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറാം. ഈ ഭയങ്കര ഫ്രീഡമാണ് ജിപ്മർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ കറങ്ങാൻ, പോണ്ടിച്ചേരി കറങ്ങാൻ അത്യാവശ്യം നല്ല സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ബീച്ചുകളുണ്ട്. അതേപോലെ തന്നെ ഓറോവില്ലെ, പിന്നെ ഒരുപാട് ഉസുരുഡു ലേക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ജിപ്മറിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ ഇതൊക്കെയാണ് ജിപ്മറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. താങ്ക് യു. MBBSന് പുറമെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളായ BSc നഴ്സിംഗ്, ബാച്ചുലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസ്, BSc അലൈഡ് ഹെൽത്ത് സയൻസസ് ഇൻ അനസ്തേഷ്യ, ഒപ്റ്റോമെട്രി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയോതെറാപ്പി ടെക്നോളജി എന്നിങ്ങനെ 10ഓളം ഡിസിപ്ലിനുകൾ, കൂടാതെ MSc കോഴ്സുകളും ഡിപ്ലോമ ഫെലോഷിപ്പ് കോഴ്സുകളും സർട്ടിഫിക്കറ്റ് കോഴ്സുകളും റിസർച്ചുമെല്ലാം ജിപ്മറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. NIRF റാങ്കിങ്ങിൽ 6ാമത്തെ പൊസിഷനാണ് ജിപ്മർ കരസ്ഥമാക്കിയത്. UG മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി, സബ് സ്പെഷ്യാലിറ്റി കോഴ്സുകളും മെഡിക്കൽ റിസർച്ച് ഫീൽഡിൽ മികച്ച റിസർച്ച് ഔട്ട്കംസ് നൽകുകയും ചെയ്യുന്ന ജിപ്മർ നീറ്റ് ആസ്പിറൻസിന് ഒരു ഡ്രീം കോളേജാണ്. ഓൾസോ പോണ്ടിച്ചേരി ആസ് എ ഡെസ്റ്റിനേഷൻ ജിപ്മറിനെ കൂടുതൽ മനോഹരമാക്കുന്നു. സീ സൈഡ് പ്രൊമനേഡ്, പാരഡൈസ് ബീച്ച്, റോക്ക് ബീച്ച്, ബസിലിക്ക ഓഫ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്, സെറനിറ്റി ബീച്ച്, ഓറോവില്ലെ, ബോട്ട് ഹൗസസ്, കത്തീഡ്രൽസ്, ഫ്രഞ്ച് വാർ മെമ്മോറിയൽ, മ്യൂസിയംസ്, സ്ട്രീറ്റ്സ്, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ടൂറിസ്റ്റ് സ്പോട്ടുകൾ പോണ്ടിച്ചേരിയിലുണ്ട്.
ഈ ഫാക്ടേഴ്സ് എല്ലാം കൊണ്ട് തന്നെ മികച്ച മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ജിപ്മർ വിൽ ബി ഷുവർലി വൺ ഓഫ് യുവർ ബെസ്റ്റ് ചോയ്സ്. വീഡിയോ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. MBBS ആയിക്കോട്ടെ, മെഡിക്കൽ അലൈഡ് ബാക്കി കോഴ്സുകളായിക്കോട്ടെ, PG, മെഡിക്കൽ റിസർച്ച് ആയിക്കോട്ടെ, എല്ലാത്തിനും വലിയൊരു സാധ്യതയുള്ള ക്യാമ്പസാണ് ജിപ്മർ എന്ന് പറയുന്നത്. ഞാൻ പറയാണ്ടിരിക്കാൻ വയ്യ, ദിസ് ഇസ് എ വെരി വെൽ മെയിൻറ്റെയിൻ ക്യാമ്പസ്. അപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ഇറ്റ് വാസ് ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസിനായി ഡോപ്പയുടെ ചാനൽ സ്റ്റേ ട്യൂൺഡ് ആയിരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.